നമസ്കാരം. വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. മഴയൊക്കെ മാറി. അപ്പം ഇന്നലെയൊക്കെ സൂര്യനെ കണ്ടിരുന്നു. ശനിയാഴ്ച, ഇന്ന് ഞായറാഴ്ചയായി. അപ്പം ഇന്ന് രാവിലെ ഒരു മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പല സ്ഥലത്തും ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പം മഴയൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും ഈ ഞായറാഴ്ച നമുക്ക് ആശങ്ക, ഒരുപക്ഷെ പ്രത്യാശ, പ്രതീക്ഷ, ഒപ്പം തന്നെ സംഭവബഹുലം എന്നൊക്കെ പറയും ഈ ഞായറാഴ്ച. കാരണം അത് സംസ്ഥാനം കാത്തിരിക്കുന്ന ഒരു 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 വാർത്ത, ഒരു ശുഭവാർത്തക്ക് കാത്തിരിക്കുകയാണ് നമ്മളൊക്കെ. കാരണം നമ്മൾ അർജുൻ്റെ വിഷയം തന്നെയാണ്. നമ്മളൊരാൾ കോഴിക്കോട് സ്വദേശി, കണ്ണാടിക്കൽ സ്വദേശി അർജുന് വേണ്ടിയിട്ട് തെരച്ചിൽ പുരോഗമിക്കുകയാണ് കർണാടകയിലെ ഷിരൂരിൽ. അപ്പോൾ ഈ ആശങ്ക പങ്കുവെക്കാൻ ഞാനിപ്പോൾ സ്റ്റുഡിയോയിലേക്ക് കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കയറി ലാപ്പിൽ കുത്തുന്നതിന് തൊട്ട് മുമ്പേ എനിക്കൊരു കോൾ വന്നു. ആ കോള് പാറോപ്പടി സ്വദേശിയായ ഷിബു, അദ്ദേഹം ഇപ്പോൾ കൊയിലാണ്ടിയാണ് താമസിക്കുന്നത്. ഒരു ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ്. ഒരുപാട് ആൾക്ക് സഹായം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ഏറെ വിഷമത്തോടെ പറഞ്ഞ കാര്യം, രാജേഷ് ഭായ്, നമ്മളെ നാട്ടിലാണ് ഈ ഒരു അപകടം നടന്നതെങ്കിൽ ഒരുപക്ഷെ ആ മനുഷ്യൻ, അതായത് അർജുൻ, രക്ഷപ്പെട്ടു പോയനെ. കാരണം നമ്മളൊരു രീതി അങ്ങനെയാണല്ലോ, നമ്മളൊരു സ്റ്റൈൽ അങ്ങനെയാണ്. പക്ഷേ എന്തുകൊണ്ട് കർണാടകയിൽ നടക്കുന്നത് രക്ഷാപ്രവർത്തനമാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന് മാത്രമല്ല, നിരവധി ആളുകൾ സംശയമായിട്ടും പോസ്റ്റായിട്ടും കമൻ്റായിട്ടും ഒക്കെ വരുന്നൊരു കാര്യം, അവിടെ എന്താ നടക്കുന്നതെന്നാണ് ചോദിക്കുന്നത് കർണാടക രക്ഷാപ്രവർത്തനം. കാരണം പതിവിൽ കവിഞ്ഞ് വൈകിട്ട് തുടങ്ങുന്നു, ഒരു ഉദാസീനത കാണിക്കുന്നു, മലയാളികളെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. ഒരുപാട് റിസ്ക് എടുത്തിട്ട് ഒരുപാട് മലയാളികൾ അതിൽ സംഘത്തിലൊക്കെ ഉണ്ടെങ്കിൽ പോലും കേരളവും കർണാടകയൊക്കെയുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു, ഞാൻ വളരെ ഫ്രാങ്കായിട്ട്, ടു ബി ഫ്രാങ്ക്, ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു കാര്യത്തിന് ഒരു വലിയൊരു ഘടകമുണ്ട്. അപ്പോൾ അതാണ് മനുഷ്യത്വത്തിൻ്റെ കാര്യത്തിലേക്ക് ഒരു കാര്യം പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് എനിക്ക് തോന്നുന്നു. കാരണം 6 ദിവസമായിട്ട് ഒരു മനുഷ്യൻ ജീവൻ്റെ കണിക അവിടെ അവശേഷിപ്പിച്ചു എന്നതിന് നിരവധി സൂചനകൾ നൽകിയിട്ട് പോലും രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല. നമുക്ക് വാർത്താ പ്രഭാതത്തിൽ ആ ഒരു ആശങ്ക പങ്കുവെക്കാം. നിങ്ങൾ ദൃശ്യത്തിൽ നോക്കൂ, അവിടെ കാലാവസ്ഥയൊക്കെ വളരെ മോശമാണ്. ശരിക്കും കാലാവസ്ഥ മോശമാണ്, വലിയ രീതിയിൽ മല ഇടിഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ശരി തന്നെ. പക്ഷേ ഒരു ജീവൻ്റെ കണിക അതിൽ അവശേഷിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ രക്ഷാപ്രവർത്തന രീതി നോക്കുമ്പോൾ വലിയ സങ്കടമുണ്ട്, ഒരു വിഷമം, ഒരു വേദനയും ആയിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോടൊപ്പം സംസാരിക്കുന്നത്. ആ ദൃശ്യത്തിൽ നമുക്ക് വീണ്ടും തിരികെ എത്താം. ഞാൻ ആ കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഉത്തര കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതെ അർജുനെ കണ്ടെത്താനായി ഒടുവിൽ സൈന്യം എത്തി എന്നതാണ് വാർത്ത. ഇപ്പോൾ ഞായറാഴ്ച രാവിലെ 11 മണി മുതലുള്ള തെരച്ചിൽ സൈന്യം ഏറ്റെടുക്കും, ഒരു ഉറപ്പാണത്. രക്ഷാദൗത്യത്തിൽ സൈന്യത്തെ ഇറക്കണമെന്ന് അർജുൻ്റെ വീട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. മണ്ണിടിച്ചിലിൽ ജീവൻ്റെ കണിക അവശേഷിപ്പിച്ച ഒരു മനുഷ്യൻ ഇപ്പോഴും തുടരുന്നു എന്ന കേരളക്കരയുടെ ഉറച്ച വിശ്വാസത്തിനും പ്രാർത്ഥനയ്ക്കും പ്രതീക്ഷയേകി രക്ഷാപ്രവർത്തനത്തിന് ഒടുവിൽ സൈന്യം ഇറങ്ങി എന്നാണ് നമ്മൾ ഈ ഒരു വാർത്താ പ്രഭാതം വഴി നിങ്ങളെ അറിയിക്കുന്നത്. അത് 11 മണിക്ക് സൈന്യം ഇറങ്ങും. അപ്പം ഇത് അർജുൻ്റെ വീട്ടുകാർ പറയാൻ തുടങ്ങിയത് 3 നാൾ മുമ്പാണ്. ഈ ആവശ്യം ഉന്നയിച്ച് കുടുംബം പ്രധാനമന്ത്രിക്ക് ഒരു ഇമെയിൽ അയച്ചിരുന്നു. ശനിയാഴ്ച രാത്രിയും മലയാളക്കരയുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ച് രക്ഷാപ്രവർത്തനം തൽക്കാലം നിർത്തിവെച്ചു. അതിന് തൊട്ടുപുറകെയാണ് രക്ഷാപ്രവർത്തന നേതൃത്വം നൽകാൻ സൈന്യം എത്തുമെന്ന അറിയിപ്പ് വന്നത്. അർജുനെ സുരക്ഷിതനായി കണ്ടെത്താനാകും എന്ന കുടുംബത്തിൻ്റെയും നാടിൻ്റെയും പ്രതീക്ഷകൾക്ക് ഇതോടെ വീണ്ടും കരുത്തു പകർന്നു. പക്ഷേ കർണാടകയിലെ ഷിരൂരിൽ നടന്ന മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ഇതുവരെ നടന്ന രക്ഷാപ്രവർത്തന രീതി മലയാളികളെ ആകെ അസ്വസ്ഥരാക്കുകയാണ്. അത് പറയാതെ വയ്യ. കന്യാകുമാരി പനവേൽ ദേശീയപാതയിൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിലാണ് അർജുൻ ഓടിച്ച ലോറി വൻ മണ്ണിടിച്ചിൽപ്പെട്ടത്. ചൊവ്വാഴ്ച രാവിലെ 8:30 ആ അപകടം. മലപ്പുറം എടവണ്ണപ്പാറയിലേക്ക് തടിയുമായി വരികയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ വരെ വീട്ടുകാരുമായി സംസാരിച്ചിരുന്നു. ഒരു വശത്ത് ചെങ്കുത്തായ മലനിരകളും, ഞങ്ങളെ ദൃശ്യങ്ങളൊന്നുകൂടി കാണിക്കാം. ഒരു വശത്ത് ചെങ്കുത്തായ മലനിരകളും മറുവശത്ത് ഗംഗാവലി നദിയുമുള്ള സ്ഥലത്താണ് അപകടമുണ്ടായത്. തിങ്കളാഴ്ച രാത്രി വരെ അർജുൻ ഭാര്യയുമായി സംസാരിച്ചിരുന്നു. ചൊവ്വാഴ്ച മുതൽ ഫോണിൽ കിട്ടാതായി. അർജുൻ സ്ഥിരമായി സഞ്ചരിക്കുന്ന ഈ ഒരു റൂട്ടിൽ മലയിടിച്ചിൽ അപകടം നടന്നു എന്നറിഞ്ഞതോടെ കർണാടക പോലീസ് വിവരം അറിയിച്ചു. പക്ഷേ ഒരു പരാതിയും നൽകി. പക്ഷേ ഒരു FIR ഇടാൻ പോലും കർണാടകയിലെ പോലീസ് തയ്യാറായില്ല എന്ന അതീവ ഗൗരവമായ കാര്യം ആ കുടുംബം തന്നെ പുറലോകത്തെ അറിയിച്ചു കേട്ടോ. അർജുൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ കുടുംബം കർണാടക പോലീസിൽ വിശ്വാസമർപ്പിച്ച് ബുധനാഴ്ചയും തള്ളി നീക്കി. പക്ഷേ അർജുൻ എവിടെ എന്ന് ഉത്തരമായില്ല. വ്യാഴാഴ്ച കോഴിക്കോട് MP MK രാഘവന് കുടുംബത്തിൻ്റെ ആവലാതി എത്തുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വിവരം ലഭിക്കുന്നു. യഥാർത്ഥത്തിൽ വ്യാഴാഴ്ച രാത്രി മുതലാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ എന്ന 30-കാരൻ തൻ്റെ ലോറി അടക്കം മണ്ണിൻ്റെ അടിയിലാണെന്ന് പൂർണ്ണ വിവരം കേരളക്കാരൻ ഞെട്ടലോടെ അറിയുന്നത്. ശരിക്കും ഒരു മനുഷ്യജീവൻ അതിനുള്ളിലുണ്ട് എന്ന ഞെട്ടലോടെ നമ്മളൊക്കെ ഇതിൻ്റെ ഒരു ഡെൻസിറ്റി, ആ വാർത്തയുടെ ഡെൻസിറ്റി അറിയുന്നത് വ്യാഴാഴ്ചയോടെയാണ്. സത്യത്തിൽ കേരളത്തിന് ഇടപെടൽ ഉടൻ വന്നു, സമ്മർദ്ദം വന്നു. ഉത്തര കന്നഡയിലെ ദുരന്തമുഖത്ത് പിന്നെ കണ്ടത് കേരള മോഡൽ രക്ഷാപ്രവർത്തനത്തിൻ്റെ രീതിയായിരുന്നു. പക്ഷേ കേരള മോഡൽ രക്ഷാരീതി കന്നഡ നാട്ടിൽ നടപ്പാക്കാൻ അത്ര എളുപ്പത്തിൽ സാധ്യമായിരുന്നില്ല. മണ്ണിനടിയിൽ 10 മനുഷ്യജീവനുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നറിഞ്ഞിട്ടും ആ ജീവന് വേണ്ടി തെരച്ചിൽ നടത്താതെ മണ്ണിടിഞ്ഞതിൻ്റെ മറുഭാഗത്ത് ആ ഭാഗത്തെ മണ്ണ് നീക്കി ഗതാഗത തടസ്സം ഒഴിവാക്കാനാണ് രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ആദ്യത്തെ 3 നാൾ ഇവർ ചെലവഴിച്ചത്. നിങ്ങൾ ദൃശ്യം നോക്കൂ, ആ ദൃശ്യത്തിൽ കാണാം. പക്ഷേ അവിടെ മനുഷ്യജീവൻ കുടുങ്ങി എന്നറിഞ്ഞിട്ട് പോലും
ട്രാഫിക് ക്ലിയറാക്കാൻ ശ്രദ്ധിച്ചു ആദ്യത്തെ 3 നാൾ. സംസ്ഥാനത്തിൻ്റെ ഇടപെടൽ, നമ്മുടെ കേരളത്തിൻ്റെ ഇടപെടലും സമ്മർദ്ദവും ഫലം കണ്ടതിന് ശേഷം രക്ഷാപ്രവർത്തന രീതി മാറി, ശൈലി മാറി. നാവികസേന, NDRF, SDRF, അഗ്നിശമന സേന, പോലീസ് എന്നിവരെല്ലാം അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി പങ്കെടുത്തു. അർജുൻ ജീവനോടെ മണ്ണിനടിയിൽ പുതഞ്ഞ വാഹനത്തിൽ ഉണ്ട് എന്നതിൻ്റെ സൂചനകൾ വന്നതോടെ രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിലായി. പക്ഷേ പ്രതികൂല കാലാവസ്ഥ വില്ലനായി. അതിൻ്റെ പേരിൽ മിക്ക ദിവസവും രാത്രി 9 മണിയോടെ രക്ഷാദൗത്യം അവസാനിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ തുടങ്ങും. ഈ രക്ഷാപ്രവർത്തന രീതിയിലെ വീഴ്ച പലതവണ അർജുനൻ്റെ കുടുംബത്തിൻ്റെ ആശങ്കയോടൊപ്പം പ്രതിഷേധ സ്വരത്തിൽ പുറത്തു വന്നു. അർജുൻ്റെ കുടുംബം തന്നെയാണ് ഒരു പ്രതിഷേധം അറിയിച്ചത്. കാരണം കാത്തു നിൽക്കുകയാണ്, കണ്ണിൽ എണ്ണയൊഴിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ കുടുംബം. പക്ഷേ ഒരു ആശ്വാസം നിറഞ്ഞ വാർത്ത ആ കുടുംബത്തിന് ഇതുവരെ നമുക്ക് നൽകാൻ സാധിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിൽ നേരിട്ട് ഇടപെടാൻ കേരളത്തിന് പരിമിതികളുണ്ടായിരുന്നു. ദുരന്തമുഖത്തെ ഇടപെടലിൽ പരിചിതനായ സൈനികൻ ഇസ്രായേൽ രഞ്ജിത്ത്, അദ്ദേഹത്തെ അറിയാത്ത ആരുമില്ല. ഉത്തരാഖണ്ഡിലൊക്കെ ദുരന്തം നടന്ന സമയത്ത് ഇടപെട്ട ഒരു വലിയ മനുഷ്യനാണ് ഇസ്രായേൽ രഞ്ജിത്ത്. അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിൽ സ്വമേധയാ പങ്കാളിയാകാൻ വേണ്ടി അവിടെ എത്തി. അവിടെയും നിയമപ്രശ്നവും സാങ്കേതിക കാര്യവും നിരത്തി കർണാടക പോലീസിൻ്റെ ഉടക്ക് വന്നു. ആശങ്കയുടെ പാരമ്യത്തിൽ, അതായത് ടെൻഷനിലൊടുവിൽ ഈ കാര്യം അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫ് ചോദ്യം ചെയ്തു. കന്നഡ പോലീസ് മേധാവി, അതായത് SP, അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ആ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം മനാഫ് ഒരു വാക്തർക്കം, മനാഫിനെ അടിച്ചു, പൊതിരെ തല്ലി. ആ വാർത്തയും പുറത്തു വന്നു. അങ്ങനെ പലതും പറയാനുണ്ട്. പക്ഷേ പറയാൻ സമയമായിട്ടില്ല എന്ന് തോന്നുന്നു. നമുക്ക് അല്പം മണിക്കൂറിന് ശേഷം ഇതൊക്കെ പറയാം. എല്ലാത്തിനും ഒടുവിൽ സൈന്യമെത്തി. 11 മണിയോടെ സൈന്യമെത്തും. അർജുൻ സുരക്ഷിതനായി തിരികെ എത്തുമെന്ന പ്രതീക്ഷ വീണ്ടും ഉയരുന്നു. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അത് പറയാതെ വയ്യ. പെരുമൺ ദുരന്തത്തിലും കടലുണ്ടി ട്രെയിൻ ദുരന്തത്തിലുമടക്കം രക്ഷാപ്രവർത്തനത്തിന് കൈകോർത്ത കേരളക്കാരുടെ ഇടപെടൽ, കോവിഡ് കാലത്ത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത്, കരിപ്പൂർ വിമാന ദുരന്തം നടന്ന സമയത്ത്, കൊറോണ വന്ന് ചത്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, കൂട്ടത്തിലൊരുവൻ്റെ ജീവന അതിനേക്കാൾ വിലയുണ്ടെന്ന് പറഞ്ഞ് സ്വന്തം ജീവന് പുല്ലുവില നൽകി രക്ഷാപ്രവർത്തനം നടത്തിയ മലയാളിയുടെ സംസ്കാരമുണ്ട്. അതിൽ ഞാനും നിങ്ങളും ഒക്കെ അഭിമാനിക്കാണ്. അർജുനെ സുരക്ഷിതനായി കണ്ടെത്താൻ സൈന്യത്തിന് സാധിക്കട്ടെ, ആ ശുഭവാർത്ത അറിയിക്കുവാൻ ഞങ്ങൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം വാർത്താ പ്രഭാതം പറയുന്നു. ഏതായാലും നല്ല വാർത്തക്കായി നമുക്ക് കാതോർക്കാം. ഇനിയും വിഷയങ്ങൾ തീർന്നിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രത്യാശയുടെ ഒരു വാർത്ത ഞാൻ പങ്കിട്ടു, നിങ്ങളുമായി പങ്കിട്ടു. നമ്മൾ മോശക്കാരല്ല മലയാളികൾ. ഞാനതിലേക്ക് ഇനി അടുത്ത മണിക്കൂറുകൾ വരാം. ഏതായാലും നിങ്ങളൊക്കെ പ്രാർത്ഥനയും കരുതലും ആ കുടുംബത്തിനുണ്ടാവണം. നല്ലൊരു വാർത്തയ്ക്ക് വേണ്ടി നമുക്ക് കാതോർക്കാം. ഇനി ആശങ്കയുടെ വാർത്തയിലേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആശങ്കയുടെ ഒരു വാർത്തയിലേക്ക് പോകുന്നു. അതിനു മുമ്പ് ഞാൻ ചെറിയൊരു ഇടവേള, വാർത്താപ്രഭാതം ചെറിയൊരു ഇടവേള എടുത്ത് തിരികെ എത്താം.